ഓക്കെ, അപ്പം നമ്മുടെ നാഷണൽ കോർഡിനേറ്റർ ആയിട്ടുള്ള വർഗീസ് ചേട്ടൻ പരിചയപ്പെടുത്തുന്നതാണ്. വർഗീസ് ചേട്ടൻ നമസ്കാരം. നമസ്കാരം. ഞാൻ വർഗീസ് മാത്യു, ഡൽഹിയിലാണ്. ഒളിമ്പസുമായിട്ട് ഒരു 8-9 വർഷമായിട്ട് തുടർന്നു വരുന്നു. അപ്പം ഇന്നത്തെ ഫ്രൈഡേ വിസ്ഡം എന്നുള്ള വിഷയം ശാസ്ത്രമോ ആത്മീയതയോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പം ഇത് പണ്ട് മുതലേ ഉള്ള ഒരു വിഷയമാണ്. ശാസ്ത്രമാണോ ആത്മീയതയാണോ ശരി, ഏതിൻ്റെ വഴിയാണ് തുടരേണ്ടതെന്നുള്ളത്. അത് ഇങ്ങനെ പല നൂറ്റാണ്ടുകളായിട്ട് ഡിബേറ്റുകൾ നടക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതിങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ ഈ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ വന്നത് ഒരു സത്യാന്വേഷണത്തിൻ്റെ വഴി കൂടെ എന്നുള്ള രീതിയിലാണ് സയൻസ് ഡെവലപ്പ് ചെയ്തു വന്നത്. അതുപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെ സ്പിരിച്വാലിറ്റി, ആത്മീയത എന്ന് പറയുന്നത് അതും ജ്ഞാനം, പൗരാണിക ജ്ഞാനം, അതും ശാസ്ത്രീയമായിരുന്നു. പക്ഷെ അത് കുറേ ആൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മതങ്ങളുടെ അധീനത്തിൽ അതിനെ ഒന്ന് വഴിതിരിച്ചു വിട്ടപ്പോൾ അതിൻ്റെ ഗതി മാറിപ്പോയി. അപ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിലുണ്ടാകേണ്ട സ്വർഗത്തിനെ വേറെ ഒരു ലോകത്തേക്ക് എക്സ്പോർട്ട് ചെയ്ത് ഇപ്പോൾ അവിടുത്തെ പ്രതീക്ഷ മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോകാനൊക്കെ ഉള്ളൂ എന്നുള്ള ഒരു രീതിയിൽ നരകത്തിലോ സ്വർഗത്തിലോ പോകുന്ന കാര്യമെല്ലാം ആ രീതിയിൽ മതങ്ങളാണ് കൊണ്ടുവന്നത്. ആക്ച്വലി അത് ഇവിടെ തന്നെ ഉണ്ടാക്കേണ്ടതാണ്. നമ്മൾ അതിൽ നിന്ന് വഴിതിരിച്ചു വിട്ട് അങ്ങനെയാണ് സ്പിരിച്വാലിറ്റിയുടെ ശരിക്കുള്ള ഗതി മാറിപ്പോയത്. അപ്പം ഇതിനെ മനസ്സിലാക്കുക. അപ്പം സ്പിരിച്വാലിറ്റിയുടെ മാത്രം കാര്യങ്ങളാകുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. അത് ശരിയാണ്. കാരണം സയൻസിൻ്റെ വഴി കൂടെ നമുക്ക് പലതും മനസ്സിലാക്കാനുണ്ട്. മനുഷ്യൻ്റെ യുക്തി അനുസരിച്ചിട്ട് സയൻസിൻ്റെ വഴി കൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ സയൻസിൻ്റെ വഴി ഇപ്പം മൊത്തത്തിൽ ഒന്ന് തെറ്റിക്കിടക്കുകയാണ്. കാരണം അത് പല കൺസ്യൂമറിസം എന്ന രീതിയിൽ ക്യാപിറ്റലിസത്തിൻ്റെ ഒക്കെ വഴിയിൽ അവർ അതിനെ പ്രോഫിറ്റ് മോട്ടീവായിട്ടുള്ളൊരു ഇതായിട്ട് കൊണ്ടുവന്നിട്ട് അതിനെയും വഴിതിരിച്ചു വെച്ചു. അപ്പോൾ രണ്ടും വഴിതിരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതേതാ ശരി എന്നുള്ളത് പറയാനൊക്കെ ഇല്ല. അതിന് രണ്ടും ശരിയല്ല എന്നുള്ള രീതിയിൽ തന്നെ പറയേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ഡീപ്പ് ഇക്കോളജിയുടെ, അതായത് പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ വഴിയാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ കണ്ടെത്തിയത് സ്പിരിച്വാലിറ്റി, ഇക്കോ സ്പിരിച്വാലിറ്റി, പ്രകൃതി ആത്മീയത എന്നുണ്ട്. അതിനെയാണ് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ വഴിയിലൂടെയാണ്. അപ്പോൾ ഈ പ്രകൃതി ശബ്ദശാസ്ത്രത്തിൻ്റെ വഴിയിലാണ് നമ്മളിതിനെ വിശകലനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഉള്ള വിശകലനം ആയിരിക്കില്ല. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഇതാണ്. സയൻസിനെ നമ്മൾ നിരാകരിക്കുന്നില്ല. കാരണം സയൻസ് ഇപ്പം ഇതുവരെ അത് പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. സയൻസും ഇതും ഒരിക്കലും ചേരില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ അത് കൺവേർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്വാണ്ടം സയൻസിലൂടെ. ക്വാണ്ടം സയൻസിൻ്റെ ഇതിലൂടെ പലതും എന്നാലും സയൻസിന് അതിന് പരിമിതികളുള്ളതിന് കാരണം സയൻസ് ഭൗതികതയിൽ മാത്രമാണ് ഊന്നുന്നത്. അപ്പോൾ അതായത് നമ്മുടെ എക്സിസ്റ്റൻസ്, അസ്തിത്വം എന്ന് പറയുന്നത് 5 സ്റ്റേറ്റ്സ് ഉണ്ട്. 5 സ്റ്റേറ്റ്സിലെ എല്ലാം കൂടെ ചേർത്ത് കണ്ടെങ്കിലേ നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ കിട്ടത്തുള്ളൂ. അതാണ് നമ്മൾ DP കോളേജിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അതിനെ വിശകലനം ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ സയൻസ് മാത്രമല്ല, സ്പിരിച്വാലിറ്റി അതിൻ്റെ ആവശ്യമാണ്. ശരിക്കുള്ള സ്പിരിച്വാലിറ്റി, റിയൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്കോ സ്പിരിച്വാലിറ്റി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് രണ്ടും ചേർന്നൊരു വഴിയാണ് ഉണ്ട്. അപ്പോൾ അതിനെ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സന്തോഷ് ആ ഡിപ്പിക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ അതിനെ വിശദീകരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. സാധാരണ എല്ലായിടത്തും കിട്ടുന്ന ഒരു വിശദീകരണം അല്ലായിരിക്കും. അതുകൊണ്ട് എല്ലാവരും അതിന് തയ്യാറെടുത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വർഗീസ് ചേട്ടാ. ഓക്കെ, അപ്പോ ഞാനും കൂടെ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് പൊന്നി ഒളിമ്പ. ഇപ്പൊ ഞാന് പാലക്കാട് പാടൂരുള്ള, ആലത്തൂരിനടുത്തുള്ള പാടൂരുള്ള ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള അവർക്ക് വേണ്ടി ഒരു ചെറുതായിട്ടൊരു വിശദീകരണം നൽകാം. നമ്മളിത് 1981 കുട്ടികളുടെ സയൻസ് ക്ലബ്ബായിട്ട് ആരംഭിച്ചതാണ്. സന്തോഷ് ഒളിമ്പസ് ആണ് ഇത് അക്കാലം മുതൽ ഇതിന് നേതൃത്വം നൽകി വരുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും എല്ലാവരും ചേർന്നുള്ള നിരീക്ഷണ പരീക്ഷണങ്ങൾ ഒടുവിൽ 94 ആണ് ഇതിന് ഒരു ദർശനത്തിന്റെ രൂപം കൈവരുന്നത്. അതിന്റെ ഒറേറ്റർ സന്തോഷ് ഒളിമ്പസ് തന്നെയാണ്. അതായത് നമ്മളിപ്പോ പ്രകൃതിയെ, ഇപ്പൊ വർഗീസേട്ടൻ സൂചിപ്പിച്ചിരുന്നു, അതിന് ശാസ്ത്രീയമായിട്ടും അതിന് ഫിലോസഫിക്കലായിട്ടും അതിനെ വിശദീകരിക്കുന്നു എന്നുള്ളത്. ഒളിമ്പസിന്റെ ഏറ്റവും വലിയ, ഒളിമ്പസ് എന്ന് പറയുന്നത് ഈ ദർശനത്തെയാണ് നമ്മൾ പറയുന്നത്. ഈ പ്രകൃതി ദർശനത്തിന് പേര് വിളിക്കുന്നേ ഉള്ളൂ. ഇതൊരു സമഗ്ര ദർശനമാണ്. സമഗ്രം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു കാര്യം എന്തൊക്കെ ചേർന്നതാണോ അതിനെല്ലാം ചേർത്ത് നിർത്തി അതിനെ മനസ്സിലാക്കുന്ന രീതിയാണ്. അതാണ് സമഗ്രം എന്ന് പറയുന്നത്.
അപ്പോ നമ്മളിപ്പോ വളരെ ചെറുപ്പം മുതലേ നമുക്കറിയാം, ഒരു ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചു പേര് സയൻസ് വിഷയങ്ങളോട് താല്പര്യമുള്ളവരായിരിക്കും, കുറച്ചു പേര് ആർട്സ് വിഷയങ്ങളോട് താല്പര്യമുള്ളവരായിരിക്കും, ചിലർ കലകളോട് താല്പര്യമുള്ളവരായിരിക്കും, ചിലർ സ്പോർട്സിനോട് താല്പര്യമുള്ളവരായിരിക്കും. ഇങ്ങനെയൊക്കെ കാറ്റഗറി ഉണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ എല്ലാവരും എന്താ പറയാ, ആമയെ മരം കയറാൻ പഠിപ്പിക്കുന്നത് പോലെ എല്ലാവരും ഒരേ വിഷയത്തിലൂടെ കടന്നു വരേണ്ട ഒരു നിർബന്ധമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ കാറ്റഗറിയിലൊക്കെ വ്യത്യാസം പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ഈ വ്യത്യാസത്തിനനുസരിച്ചാണ് നമ്മൾ ഏതൊരു കാര്യത്തെയും മനസ്സിലാക്കുന്നത്. ചിലരതിനെ കലാപരമായിട്ടാണ് സമീപിക്കുക, എന്ന് വെച്ചാൽ മനസ്സിലാക്കുക. ചിലരതിനെ എല്ലാം വേർതിരിച്ച് പഠിച്ച് എന്താണ് ഈ ഒരു വസ്തു എന്ന് പറയുന്നത്. ഒരു മത്തനാണെങ്കിൽ ആ മത്തൻ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് വെറുതെ നോക്കുന്ന സമയത്ത് അതൊരു ഭക്ഷണ സാധനമാണ്. പക്ഷെ അതൊരു സയൻസ് താല്പര്യമുള്ള അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്ത് കാണുന്ന ഒരാളെ സംബന്ധിച്ച് മത്തൻ എന്ന് പറയുന്നത് വേറെ ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ടാവും, ഒരുപാട് രൂപത്തിലായിരിക്കും അവർ കാണുന്നത്. നമ്മൾ കാണുന്നത് പോലെ അല്ല ആയിരിക്കും അയാൾ കാണുന്നത്. എന്ന് പറയുന്നത് പോലെ നമ്മൾ ഏതൊരു വസ്തുതയെയും കാണുന്ന കാഴ്ചയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം തന്നെയാണ് ഒരുപാട് കൂട്ടിയിടികൾക്ക് കാരണമാകുന്നത്. അത് ഒരു കുടുംബത്തിലാണെങ്കിലും ഒരു സൗഹൃദത്തിലാണെങ്കിലും ഒരു ചെറിയ കൂട്ടത്തിലാണെങ്കിലും ഒക്കെയും ഈ കാഴ്ചപ്പാടിലെ വ്യത്യാസമാണ് അവിടെ കൂട്ടിയിടികൾ ഉണ്ടാക്കുന്നതും കൂട്ടിച്ചേർക്കുന്നതും ഒക്കെ. അപ്പോ നമ്മളിപ്പോ പറഞ്ഞു, ഞാൻ കാണുന്നതാണ് ശരി എന്ന് പറയുന്ന ഒരു രീതി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ഈ പറയുന്ന എന്താ പറയാ, ശാസ്ത്രം എന്നുള്ളതിനോട് ചേർന്നാണോ നമ്മൾ ഒന്നിനെ കാണുന്നത്, അതല്ല അതിന്റെ മറ്റെല്ലാ വശങ്ങളും ചേർത്തുണ്ട്, നമ്മൾ ഏതെല്ലാം വശങ്ങൾ ചേർത്താണ് ഒന്നിനെ കാണുന്നത് എന്ന ഒരു വ്യത്യാസമാണ് നമ്മളെ എല്ലാവരെയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാതെ ഞാൻ കാണുന്നതിലെ വ്യത്യസ്തത ഉണ്ട് എന്ന് ഞാൻ അംഗീകരിക്കും, പക്ഷെ അത് തന്നെ മറ്റൊരാൾക്കും ഉണ്ട് എന്നതിനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ വിവിധ ചേരികൾ ഉണ്ടായി വരുന്നത്. പക്ഷെ ഇങ്ങനെ വിവിധ ചേരികളായി പോകുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടടുത്ത് ഒരുമിച്ച് നിൽക്കാൻ പറ്റാതെ വരുന്നു. അങ്ങനെ പറ്റാതെ വരുന്ന സമയത്ത് ഒരു പ്രതിസന്ധി വരുമ്പോൾ, അത് ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടായിട്ടാണെങ്കിലും ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ കൂടിച്ചേർന്ന് നിൽക്കണം എന്നുള്ള ഒരു അവസ്ഥയിൽ പെട്ടെന്ന് നമുക്ക് സാധിക്കില്ല. അപ്പൊ നമ്മളിവിടെ ഒളിമ്പസ് എപ്പോഴും പ്രതിനിധീകരിക്കുന്നത് ഒറ്റ വിഷയമാണ്, നമ്മുടെ നിലനിൽപ്പ് എന്നുള്ളത്. അപ്പൊ ഈ നിലനിൽപ്പ് എന്ന് പറയുന്നത് വാക്ക് സാധാരണ ഒരാളെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ചിന്തിപ്പിക്കുന്നതായിരിക്കില്ല എന്ന്. പക്ഷെ ഒരു പ്രളയമോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ഉലയ്ക്കുന്ന ഒരു നോട്ട് നിരോധനം പോലെയുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു മാറ്റമോ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തെങ്കിലും വരുമ്പോഴാണ് ഇത് എന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണെന്ന ഒരു ബോധത്തിലേക്ക് എല്ലാവരും എത്തുന്നത്. അപ്പൊ നമുക്കൊരു പരിഹാരം അന്വേഷിച്ചാൽ കിട്ടണമെന്നില്ല. അപ്പൊ ഒളിമ്പസ് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രതിസന്ധിയെ മുന്നേ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം ശീലിക്കൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇത് പുതിയൊരു രീതിയല്ല, ഇവിടെ കാലങ്ങളായി നിലനിൽക്കുന്ന മനുഷ്യനൊഴികെ പക്ഷെ പല നമ്മൾ അപരിഷ്കൃതമെന്ന് വിശേഷിപ്പിക്കുന്ന പല കൂട്ടങ്ങളിലും അത്തരം ഒരു ജീവിതം നമുക്ക് കാണാൻ സാധിക്കും. നിലനിൽപ്പിലേക്ക് സഹായിക്കുന്ന ഒരു ജീവിത രീതി. നമ്മളത് ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് ചാരി നിൽക്കുന്ന പല കാര്യങ്ങളും കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്നുള്ള ഒരു മോചനത്തിന് തിരിച്ച് പ്രകൃതിയിലേക്കുള്ള ഒരു വഴി, അത് ഭക്ഷണ രൂപത്തിൽ അല്ലെങ്കിൽ ആരോഗ്യ ശ്രദ്ധയില് അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ ശ്രദ്ധയില് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ രീതിയിൽ, ഇതിലൊക്കെ എങ്ങനെ നമുക്ക് പ്രകൃതിയിലേക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ പ്രകൃതിയുടെ വ്യവസ്ഥ, പ്രകൃതി നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണെന്നുള്ള ആ ഒരു ശ്രദ്ധയിലേക്ക് എങ്ങനെ തിരിച്ചു വരാം എന്നുള്ളതാണ് ഒളിമ്പസ് അതിന്റെ ടീച്ചിങ്സിലൂടെ ഒക്കെ പഠിപ്പിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്, ഒരു ഗുരു പരമ്പരയെ പിന്തുടങ്ങിയാണ് നമ്മൾ എല്ലാം അവതരിപ്പിക്കുന്നത്. അപ്പോ ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, എന്താണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരം ഒരു പ്രകൃതി ബോധ്യമുള്ള ഒരു കൂട്ടായ ജീവിതമാണ് ഒളിമ്പസ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിനെ മുൻനിർത്തിയുള്ള ഒരു ചെറിയ കൂട്ടായ പ്രവർത്തനം ഇപ്പൊ നടന്നു വരുന്നുണ്ട്. ആലത്തൂരിനടുത്തുള്ള പാടൂരിൽ നമ്മൾ കുറച്ച് സ്ഥലം വാങ്ങിച്ച് അവിടെ നമുക്ക് സാധിക്കുന്ന അത്രയും സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു ജീവിത രീതി നയിച്ചു വരികയാണ്. ഇപ്പൊ നമ്മൾ അത് ജസ്റ്റ് നമുക്ക് തുടങ്ങാൻ സാധിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുക, ഇത്തരം താല്പര്യങ്ങളുള്ള വ്യക്തികളെ കൂട്ടിച്ചേർക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഇങ്ങനെ ഫ്രൈഡേ വിസ്ഡം എന്ന് പറയുന്ന ഒരു രീതിയിൽ അതിജീവനത്തിന്റെ ഒരു പാതയെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വിവിധ വിഷയങ്ങളിലൂടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചുരുക്കി നിർത്തുകയാണ്. കൂടുതൽ അവതരണത്തിനായിട്ട് സന്തോഷേട്ടനെ ക്ഷണിക്കുന്നു. അപ്പൊ സന്തോഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്നത് പോലെ ഒരു ഇക്കോളജിക്കൽ ഫിലോസഫർ ആണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാവരും പരിസ്ഥിതി പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് പരിസ്ഥിതി മലിനീകരണത്തിന് എതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണത്തെ
ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്ന ആളുകൾ എന്നുള്ളതാണ്. അത് തന്നെയാണ് കാര്യമെങ്കിലും നമ്മളിവിടെ പറയുന്ന പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നതിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. അത് അദ്ദേഹം സൂചിപ്പിക്കും. തീർച്ചയായിട്ടും അത് നമ്മുടെ ഇന്നത്തെ വിഷയമായിട്ട് വളരെയേറെ ബന്ധമുള്ളതുമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് ജീവിതമാണ്. ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ നമുക്കുണ്ടോ അതെല്ലാം ഒളിമ്പസിന്റെയും വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ എന്താ പറയാ മറ്റ് ആരോഗ്യം എന്നുള്ള ഏതെങ്കിലും മേഖലകളിൽ മാത്രമായിട്ട് നിർത്താതെ എന്താണ് ഇവർ പറയുന്നത് അല്ലെങ്കിൽ എന്തിനെയൊക്കെയാണ് പറ്റിയാണ് ഇവർ പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് പരമാവധി അതിലേക്കൊക്കെ എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എല്ലാവരുടെയും സമയത്തെ മാനിച്ചുകൊണ്ട് നമുക്ക് പ്രശ്ന അവതരണത്തിലേക്ക് കടക്കാം. എല്ലാവരും മുഴുവൻ വിഷയവും ശ്രദ്ധിച്ച് ഇതിലെ ചോദ്യോത്തരവേള ശരിക്കും ഉപയോഗിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്ന, നമുക്ക് എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ചും ഒരു മുൻധാരണ ഉണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറയുന്ന ഇവിടെ വിഷയങ്ങളിലെ ചെറിയ വാക്കുകളോ വിശദീകരണങ്ങളോ മനസ്സിലായില്ലെങ്കിൽ അത് മുഴുവനായിട്ടും അന്വേഷിച്ച് വ്യക്തത വരുത്തി മാത്രമേ പോകാവൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ബോധ്യമായി എന്നുള്ളതിനെ കുറിച്ച് കൂടി എല്ലാവരും ഒന്ന് പറഞ്ഞ് ഇവാലുവേഷൻ കൂടി, അതായത് വിലയിരുത്തൽ കൂടി കഴിഞ്ഞ് പോകാവൂ. കാരണം എല്ലാവരും ജസ്റ്റ് സെഷൻ കേട്ട് പോവുക എന്നുള്ളൊരു രീതി നമ്മൾ പറയുന്നില്ല. കാരണം നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു വെബിനാർ നടത്തുക എന്നുള്ളതല്ല, പരമാവധി ഇത്തരം കാര്യങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും സഹകരിക്കുമല്ലോ. പിന്നെ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, എല്ലാവരും അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതിയിടുകയാണെങ്കിൽ നമുക്ക് നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഏട്ടന് നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. എന്റെ പേര് സന്തോഷ് ഒളിമ്പസ് എന്നാണ്. അപ്പൻ വിട്ട പേര് സന്തോഷ് എന്നാണ്. ഒളിമ്പസ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടത് കൊണ്ട് സന്തോഷ് ഒളിമ്പസ് എന്നുള്ള പേരിൽ എല്ലാവരും വിളിക്കുന്നു. പെട്ടെന്ന് തിരിച്ചറിയാൻ ആ പേര് തന്നെയായിരിക്കും നല്ലത്. 1981 കുട്ടികളുടെ ഒരു സയൻസ് ക്ലബായിട്ട് തുടർന്നു വരുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ. 43 വർഷമായി ശാസ്ത്രത്തിലൂടെ തുടങ്ങി. ശാസ്ത്രം എന്നാൽ അത് ശാസ്ത്രത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ അത് സൗണ്ട് പോയി, മ്യൂട്ടായി പോയി. അല്ല, ഇവിടെ വേറെ ഒരു സൗണ്ട് ഉണ്ട്. രണ്ടുപേര് തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നം ഇവിടെ ഭയങ്കരമായിട്ട്. ഇക്കോ വില്ലേജിലാണ് ഇരിക്കുന്നത്, ഭയങ്കര പ്രശ്നം. ഓക്കെ, അപ്പൊ പറയാം. അപ്പൊ ഞങ്ങള് ഈ ശാസ്ത്രം എന്നുള്ള പേരിൽ തുടങ്ങി. ശാസ്ത്രം എന്നുള്ളത് പൂർണ്ണമാകണമെങ്കിൽ പ്രകൃതി എന്നുള്ള സംവിധാനത്തെ ചേർത്ത് വായിക്കാതെ കഴിയില്ല എന്ന് മനസ്സിലായി. പ്രകൃതിയെ മനസ്സിലാക്കുന്ന സമയത്ത് പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു കാര്യത്തെ നോക്കിയിട്ട് മാത്രം മനസ്സിലാവില്ല. അതിന് സമഗ്രം എന്ന പദം, ഇന്റഗ്രൽ എന്നുള്ളൊരവസ്ഥ കൃത്യമായിട്ട് മനസ്സിലായപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ഒരു വഴിയല്ല പോകേണ്ടത് എന്ന് മനസ്സിലായത്. അതിനിടയിലാണ് ഞങ്ങള് കൂട്ടുകാര് പല വഴിക്ക് പിരിഞ്ഞേണ്ടി വന്നപ്പോ അതിനുള്ള ഒരു പരിഹാരം എന്ന രീതിയിൽ സ്വാതന്ത്ര്യമുള്ള ഒരു ഗ്രാമം ഉണ്ടാക്കുന്ന കാര്യം, അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ട കാര്യം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. 1991 റഷ്യ, ഞാൻ കുടിയേറി പാർക്കാൻ ഉദ്ദേശിച്ച സ്ഥലമാണ് റഷ്യ ശിഥിലമായപ്പോ അതെന്തുകൊണ്ടെന്നുള്ളൊരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് എന്താണ് ലോക രാഷ്ട്രീയം ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ലോകരാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊരു പിക്ചർ കിട്ടിയത്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് പോയപ്പോഴാണ് നമ്മൾക്ക് ഞങ്ങൾ ആദ്യമേ ഉദ്ദേശിച്ച സ്വാശ്രയ ഗ്രാമ പദ്ധതി നടപ്പിലാക്കുക തന്നെയാണ് വേണ്ടത്. അതിന് ആദ്യമായിട്ട് വേണ്ടത് സ്വാശ്രയത്വത്തോടുകൂടി ജീവിക്കാനുള്ള കൂട്ടുജീവിതം ആദ്യമേ ഉണ്ടാകണം എന്ന് ചിന്തിച്ചത് കൂട്ടുജീവിത കേന്ദ്രമായിട്ട് 94 സ്റ്റാർട്ട് ചെയ്തു. അന്ന് അതിനെക്കുറിച്ച് കുറെ എഴുതുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ അത് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പലരുമായിട്ട് എഴുത്തുകുത്തുകൾ ഉണ്ടായിരുന്നു. ആ സമയത്താണ് കാലിഫോർണിയയിലെ ഒരു കൂട്ടം യുവശാസ്ത്രജ്ഞന്മാരുടെ ഒരു കൂട്ടം എനിക്കൊരു പേഴ്സണലി ഒരു കത്ത് എഴുതിയത്. അതിൽ പറയുന്നത് 17-27 വർഷങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്ന കുറെ പ്രശ്നങ്ങളെ കുറിച്ചാണ്. അങ്ങനെയാണ് സത്യത്തിൽ ലോകരാഷ്ട്രീയത്തിൽ നടക്കുന്ന കാര്യം ഒരു പ്ലാൻഡ് പ്രോജക്റ്റ് ആണെന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാവുന്നത്. അതിനവർ പ്രധാനമായിട്ട് ഉപയോഗിച്ച ടൂൾ എന്ന് പറയുന്നത് ശാസ്ത്രം എന്ന പേരാണ് എന്നതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. ഒരു ശാസ്ത്ര ബോധിയായിട്ടുള്ള ഒരാൾ, ശാസ്ത്രത്തെ വിശ്വസിക്കുകയും ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ട് കാര്യങ്ങളെ കാണുകയും ചെയ്ത ഞാൻ ശാസ്ത്രം എന്ന് വിളിക്കപ്പെടുന്ന പലതിനെയും എതിർക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് നീക്കി.
കൊണ്ടുപോയി. അവിടെ നിന്നാണ് ശുദ്ധമായ ശാസ്ത്രം, റിയൽ സയൻസ്, അല്ലെങ്കിൽ ട്രൂ സയൻസ് ഒക്കെ പറയുന്ന സാധനം എന്താണ് എന്നതിനെ കുറിച്ചൊരു അന്വേഷണം തുടങ്ങിയത്. അവിടെ നിന്നാണ് റിയൽ സയൻസും പോപ്പുലർ സയൻസും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലായത്. അതൊരു വഴി, ശാസ്ത്രത്തിന്റെ വഴി. അത് മാത്രമാണോ ലോകം? അല്ല. അപ്പോഴാണ് മറ്റൊരു വഴി. ഞാൻ എന്റെ ഗുരുവിന്റെ അടുത്തെത്തുന്നത് 16-ാമത്തെ വയസ്സിലാണ്. അവിടെ നിന്നാണ് ഞാൻ യോഗശാസ്ത്രം പഠിക്കുന്നത്. യോഗശാസ്ത്രം എന്ന് പറയുമ്പോൾ തലകുത്തി നിൽക്കുന്ന യോഗയല്ല യോഗശാസ്ത്രം എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി തന്നു. സിദ്ധ സമ്പ്രദായം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ചേർത്ത് കാണുന്ന, ഇവയെല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കാണുന്ന ഒരു വീക്ഷണമാണത് എന്ന് അദ്ദേഹം എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. എന്റെ ഉള്ളിലെ ഉൾക്കാഴ്ചയെ അദ്ദേഹം ഉണർത്തി തന്നു. അതിനുശേഷമാണ് എനിക്ക് ആധ്യാത്മികത എന്താണെന്നും മനസ്സിലായി. ഈ ആധ്യാത്മികതയും ശാസ്ത്രവും രണ്ട് ചേരിയിലാണെന്ന് ധരിച്ചിരുന്ന ഞാൻ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ രണ്ടും ഒരിടത്ത് യോജിക്കുന്നത് കണ്ടു. അപ്പോൾ എങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഏകോപനമാണ് സത്യം എന്ന് വിചാരിച്ച് കുറെ അങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ, എന്റെ യുവത്വത്തിന്റെ കാലത്ത്, ഇത് 20കളിൽ 25ന്റെ ഒക്കെ കാലത്ത് ഞാൻ ആ വഴി യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് രണ്ടുമല്ലാതെ ഇനിയുമുണ്ട് വിഷയങ്ങളെന്ന്. പിന്നെ അതെന്ത്? അതായിരുന്നു അന്വേഷണം. ജീവിക്കുന്നത് കമ്മ്യൂണിനകത്ത്, നിരന്തര സംവാദങ്ങൾ, നിരന്തരമായിട്ട് ഈ സാമൂഹ്യ പ്രവർത്തകര്, പരിസ്ഥിതി പ്രവർത്തകര്, ശാസ്ത്രജ്ഞന്മാര്, ശാസ്ത്രകാരന്മാര്, ശാസ്ത്ര താല്പര്യമുള്ളവര്, ആത്മീയ ബോധ്യമുള്ളവര്, ഇതിനെ സമഗ്രമാക്കുന്ന ആളുകൾ, ഇവരെല്ലാം നിരന്തരം നമ്മുടെ ഒപ്പം ജീവിക്കുകയാണ്. ആ ജീവിതത്തിൽ ഉണ്ടായ പലതരം ഇടപെടലുകളും പലതരം അന്വേഷണങ്ങളും പലതരം പരീക്ഷണങ്ങളുമാണ് ഇന്ന് നിൽക്കുന്ന ഒളിമ്പസിന്റെ ഒരു ബോധ്യത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. ഞാൻ ഈ ഒരു പശ്ചാത്തലം പറയാനുള്ള കാരണം, ഞാൻ ഇത്രയും ഈ 43 വർഷത്തെ പ്രവർത്തന പരിചയം എന്ന് വെച്ചാൽ ഞാൻ പകല് ജോലിക്ക് പോകുന്നു, രാത്രി വീട്ടിൽ വന്ന് ടിവിയും കണ്ട് മക്കളെ നോക്കി വേറെ എന്തെങ്കിലും നോക്കി ഇരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമല്ല എന്റെ. എപ്പോൾ ഉറക്കം വരുന്നോ അപ്പോൾ ഉറങ്ങും, എപ്പോൾ ഉറക്കം കഴിയുന്നു അപ്പോൾ എഴുന്നേക്കും. ഈ ഉറക്കത്തിന്റെ സമയം ഒഴിച്ചു വെച്ച് ബാക്കിയുള്ള മുഴുവൻ സമയവും ഞാൻ പ്രവർത്തനത്തിലാണ്, ഈ ഒരു ആക്ടിവിറ്റിയിലാണ്, ഈ ഒരു അന്വേഷണത്തിലാണ്. അങ്ങനെയാണ് ഈ വർഷങ്ങൾ മുഴുവൻ ഞാൻ ചെലവാക്കിയത്. അതിനിടയിൽ എനിക്ക് പ്രണയിക്കാൻ തോന്നിയാൽ ആ പ്രണയത്തിനകത്ത് ഇതെന്ത് എന്ന് കൃത്യമായിട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ടാവും. അതിനിടയിൽ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുമ്പോൾ അവിടെ എന്ത്, ഇതുമായുള്ള ബന്ധം എന്ത് എന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ടാവും. ഈ തരത്തിലൊരു അന്വേഷണം നടത്തിയതിന്റെ പിന്നാമ്പുറത്ത് നിന്നാണ് ഇവയുടെ വസ്തുതകൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെറുതെ ഒരാൾക്ക് ഉണ്ടുറങ്ങിയിരുന്നപ്പോൾ ഉണ്ടായതല്ല എന്ന ഒരു വെളിപ്പെടുത്തലിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇത് പറയുന്നതിന്റെ ആധികാരികത എന്ത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഓക്കെ, ഇനി ശാസ്ത്രത്തെ ഇതി അങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു എന്നതാണ് ശാസ്ത്രം. അങ്ങനെയാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു, അങ്ങനെയാണെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു എന്നതാണ് ശാസ്ത്രം. ശാസ്ത്രത്തിന്റെ, അതായത് ഒരു കാര്യത്തെ, യാഥാർത്ഥ്യത്തെ അറിയുന്ന സമയത്ത് അത് ഇങ്ങനെയാണെന്ന് നമുക്ക് അനുഭവവേദ്യമാകണം. അനുഭവവേദ്യമാകാൻ നമ്മുടെ കയ്യിലുള്ള ടൂളുകൾ എന്താണ്? ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയണം. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയണം എന്ന് മാത്രമല്ല, അവയെ നമുക്ക് അളക്കാൻ കഴിയണം. ഏതെങ്കിലും തരത്തിൽ, ക്വാണ്ടിറ്റി കൊണ്ടോ ക്വാളിറ്റി കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അളക്കാൻ കഴിയണം. ആ അളക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയണം, പുനരാവിഷ്കരിക്കാൻ കഴിയണം, വസ്തുതാപരമായിരിക്കണം. അങ്ങനെയുള്ളതാണ് ശാസ്ത്രം എന്നാണ് പറയുന്നത്. അങ്ങനെയല്ലാത്തത് ശാസ്ത്രമാണോ അല്ലയോ? അവിടെയാണ് നമ്മൾ വീണ്ടും ഇടിച്ചു നിൽക്കുന്നത്. ഇതുവരെ പറഞ്ഞതെല്ലാം തന്നെ ഒരു ശാസ്ത്ര ബോധിയുടെ, ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, ശാസ്ത്രബോധി, ശാസ്ത്രവിശ്വാസിയല്ല കേട്ടോ. ശാസ്ത്രവിശ്വാസിയാണെന്ന് ആരാണെന്ന് പറയാം ഞാൻ. ശാസ്ത്രബോധിയെ സംബന്ധിച്ചുള്ള ഇതുവരെ പറഞ്ഞത് ശരിയാണ്. ഇതിനും അപ്പുറത്തുള്ളത് ഞാൻ കണ്ടിട്ടില്ല. തെളിവില്ല എങ്കിൽ ശാസ്ത്രം എന്താണ് അതിനെ പറയുക? അത് തെറ്റാണെന്നാണ്? അല്ല. തെളിയിച്ചിട്ടില്ലെങ്കിൽ അറിയില്ല എന്നാണ് പറയുക. അറിയില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അറിയേണ്ടതുണ്ട് എന്നാണ്. ഇനിയും അറിയേണ്ടതുണ്ട്, ഇതുവരെ അറിഞ്ഞിട്ടില്ല. കാരണം എന്റെ ബുദ്ധി, എന്റെ സങ്കേതങ്ങൾ, എനിക്ക് അറിയാനുള്ള ശേഷി അത് കുറവാണ്, എനിക്ക് പരിമിതമാണ്. പ്രകൃതിയുടെ സംവിധാനം, നേച്ചറിന്റെ സംവിധാനം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. അത്രയും വലുതായിട്ടൊരു കാര്യത്തെ അറിയാനുള്ള ശേഷി എനിക്കില്ല.
ഞാൻ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു എന്നുള്ള കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിങ്ങിലേക്ക് നമ്മളെ തുറന്നു വെക്കുന്ന, കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു വിൻഡോയിലേക്ക് നമ്മളെ തുറന്നു വെക്കുന്ന ഒരവസ്ഥയാണ് ശാസ്ത്രത്തിനുള്ളത്. അപ്പോ അറിയാത്തത്, അറിഞ്ഞിട്ടില്ലാത്തത് ഇല്ല എന്നല്ല, അതിനെക്കുറിച്ച് അറിയാൻ കഴിയില്ല എന്നൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഭൗതികമായ ശാസ്ത്രവിശ്വാസത്തിന്റെ പുറത്തു നിന്നും വെളിയിലേക്ക് വന്ന് ഭൗതികേതരമായ ഒരു ശാസ്ത്രത്തിന്റെ വഴിയിലേക്ക്, ക്ലാസിക്കൽ ഫിസിക്സിന്റെ അവസ്ഥയിൽ നിന്നും ക്വാണ്ടം ഫിസിക്സിന്റെ അവസ്ഥയിലേക്കും ഒക്കെ നമ്മൾ യാത്ര ചെയ്തു വന്നത്. ഓക്കെ, അപ്പോ ഭൗതികമായ ഒരവസ്ഥ ആണ് ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നതാണ് പറഞ്ഞു വന്നത്. അപ്പോ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഇനി ഇതിന്റെ ഒരു മറുപുറം എന്താണ്, എത്രയാണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഭൗതികമായ ശാസ്ത്ര നിരീക്ഷണം കൊണ്ട്, ശാസ്ത്ര സമീപനം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു വസ്തുവിനെ എടുക്കുന്നു, ഒരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാൽ അത് എന്താണ്, ഇതാണ് വസ്തു, ഡിഫൈൻ ചെയ്തു, ഇതാണ് വസ്തു എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഈ ഡിഫൈൻ ചെയ്ത വസ്തുവിനെ അത് എത്രയുണ്ട്, അതിന്റെ വലിപ്പം എത്രയുണ്ട്, എനിക്ക് അളക്കാൻ കഴിയുന്നുണ്ട്, അതിന്റെ സൈസ് അളക്കാൻ കഴിയുന്നുണ്ട്, അതിന്റെ ക്വാളിറ്റി, ഓക്കെ, അത് ഇന്ന ടേസ്റ്റ് ഉണ്ട്, ഇന്നതാണ്, എനിക്ക് ഫിസിക്കലി അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഫിസിക്കലി അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെയാണ്, എനിക്ക് മനസ്സിലായി, ഇതാണ് സാധനം എന്ന് മനസ്സിലായി. ഈ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, നമുക്കറിയാവുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ സമീപിക്കുന്നതിനെയാണ് ശാസ്ത്രം എന്ന് നമുക്ക് വിളിക്കാവുന്നത്. ശാസ്ത്രം അതാണ് എന്ന് ഞാൻ സ്ഥാപിക്കുന്നില്ല, അങ്ങനെ വിളിക്കാവുന്നത് അതാണ്. അതേസമയം മറ്റൊരു വശം നോക്കുക, തക്കാളിയാണ്. എന്തിനാണ് ഇവിടെ ഇപ്പോൾ ഈ തക്കാളി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് തക്കാളി ഇവിടെ എത്തിയത്? വാട്ട് വാസ് ദ റീസൺ ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? ഇതുകൊണ്ട് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ, പർപ്പസ് ഉണ്ടോ? ഈ ഒരു വഴി അന്വേഷിക്കുന്നത് ഭൗതികമായി അളക്കാൻ കഴിയുന്ന കാര്യമല്ല, നേരിട്ട് അറിയാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ അതിനെ നമ്മുടെ കണ്ണെട്ടത്തൊന്നും ഇല്ലാത്തതായതുകൊണ്ട് നമ്മൾ അതിനെ പരിഗണിക്കാതെയായി. അത് മറ്റൊരു വഴി, അത് മാറ്റിവെച്ചു. അങ്ങനെ നമ്മൾ ജീവിച്ചു പോവുകയാണ്. ജീവിച്ചു പോകുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നു, പുസ്തകം കറണ്ട് തിന്നുന്നു, അതിനുശേഷം പരീക്ഷ എഴുതുന്നു, മാർക്ക് വാങ്ങിക്കുന്നു, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വലിയ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, അതിനുശേഷം ജോലി കിട്ടുന്നു, അതിനുശേഷം പെണ്ണ് കെട്ടുന്നു, അതിനുശേഷം കുഞ്ഞുണ്ടാകുന്നു, കുഞ്ഞിനൊരു അസുഖം വരുന്നു, ഡോക്ടറെ അടുത്ത് പോകുന്നു, ചികിത്സിക്കുന്നു, ചികിത്സ ഫലിക്കുന്നില്ല. ശാസ്ത്രത്തിൽ വിശ്വാസമുള്ള നമ്മൾ ശാസ്ത്രത്തിന്റെ വഴിക്ക് പോകുമ്പോൾ ചികിത്സ ഫലിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ കുഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ ഇണ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു, അതിന്റെ റീസൺ മനസ്സിലാകുന്നില്ല. നമുക്കറിയാവുന്ന ശാസ്ത്ര ബോധങ്ങൾ കൊണ്ട് അളക്കാൻ കഴിയാത്ത ഒരു മേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു തോന്നൽ വരും, നമ്മൾ ഈ മനസ്സിലാക്കിയ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു കാഴ്ചയല്ലാതെ ഇതിന് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാഴ്ചയും കൂടെ ഉണ്ടെന്ന്, കാര്യകാരണങ്ങളുടേതായിട്ടുള്ള ഒരു കാഴ്ച. എന്തുകൊണ്ടാണ്, പർപ്പസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഒരു കാഴ്ച. അത് നമ്മൾ മനസ്സിലാക്കിയ ഹൊറിസോണ്ടൽ വ്യൂ കൊണ്ട് മനസ്സിലാക്കുക, അതൊരു വെർട്ടിക്കൽ വ്യൂ ആണെന്നുള്ളത്. അവിടെ എത്തുമ്പോൾ നമ്മളൊന്ന് ഇടിച്ചു നിൽക്കും. അപ്പോ ആണ് നമ്മളെ മറ്റു ചില ചിന്തകൾ സ്വാധീനിക്കുക, മതങ്ങൾ സ്വാധീനിക്കുക, മതഗ്രന്ഥങ്ങൾ ഭഗവത്ഗീതയിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖുറാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ ബൈബിളിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടുള്ള ആ വിശ്വാസം നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടും. നമ്മൾ ഇതിനകത്തൊക്കെ മതത്തിനകത്താണ് നമ്മളൊക്കെ ജനിച്ചു വീഴുന്നത്. നമ്മളെല്ലാവരും നമ്മൾ അറിയാതെ തന്നെ മതത്തിനകത്ത്, റിലീജിയനകത്താണ് ജനിച്ചു വീഴുന്നത്. എന്നിട്ട് നമ്മൾ എപ്പോഴും വളർച്ചയുടെ ഏതൊരു കാലത്ത് പാഠപുസ്തകം കറണ്ട് തിന്നാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഇതിനെടുത്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ മതത്തെ പിന്നീട് ഇടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ മതത്തെ സ്വീകരിക്കാൻ തുടങ്ങും. അതിനകത്തൂടെ പോയി നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ചിലർക്ക് ഉത്തരം കിട്ടും, ചിലർക്ക് ആദ്യം ഉത്തരം കിട്ടും കേട്ടോ. ശാസ്ത്രബോധത്തിൽ തന്നെ ഉത്തരം കിട്ടും. ഇത് ശാസ്ത്രം എന്നുള്ളത് മാറി 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 വന്നുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഈ ശാസ്ത്രമല്ല, നാളെ വരാൻ പോകുന്ന ശാസ്ത്രത്തിൽ ഉണ്ടാകുന്ന വിശ്വാസത്തിൽ കാത്തിരിക്കും. അവിടെ വിശ്വാസമാണ്. ശാസ്ത്ര വിശ്വാസികൾക്ക് അങ്ങനെ കാത്തിരിക്കാൻ പറ്റും. അതല്ല, സത്യാന്വേഷിയാണെങ്കിൽ അവിടെ നിന്ന് വിട്ടും മതത്തിലേക്ക് പോകും. മതത്തിൽ അന്വേഷിക്കുന്ന സമയത്ത് അവിടെ ഉത്തരം കിട്ടും, ചിലപ്പോ അവിടെ ഉത്തരം കിട്ടില്ല. അപ്പോ വിശ്വാസിയാണെങ്കിൽ മതത്തിൽ നിൽക്കും, അന്വേഷിയാണെങ്കിൽ അതും വിടും. അപ്പോ ശാസ്ത്രവും വിട്ടു, മതവും വിട്ടു. പിന്നെ എന്താണ്?
മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള ചില ഏരിയകൾ, വെറും സ്പിരിച്വൽ എന്നുള്ള അവസ്ഥയ്ക്കും അപ്പുറത്ത് മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലാത്ത ഭൗതികമായ കാര്യങ്ങൾ, മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഭൗതികം എന്ന് പറയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാവുന്നതിനപ്പുറത്ത് ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നത് എന്ത്, ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളിലൂടെ പോകും. അതിലൂടെ അന്വേഷിച്ചിങ്ങനെ പോയി കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതും പൂർണ്ണമായിട്ട് അങ്ങനെയല്ല എന്ന്. പിന്നെ ഇതിന് ഏതാണ് ശരി, എവിടെയാണ് നമുക്ക് കൂട്ടിയിടിക്കുന്നത്? ഈ ഒരു അന്വേഷണമാണ്. ഇതിനെ സമീപിക്കേണ്ട രീതിയിൽ ചിലൊരു വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഞാനതിനെ മറ്റൊരു രീതിയിൽ പറയാം. ഈ എന്താണെന്ന് എന്റെ അന്വേഷണത്തിന്റെ കഥകൾ പറയുന്നതിനേക്കാളും, അല്ലെങ്കിൽ നിങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിനേക്കാളും എന്താണ് ഈ വസ്തുത എന്നുള്ളത് ഒളിമ്പസിന്റെ വീക്ഷണം എന്താണെന്ന് നേരിട്ട് പറയുന്നതാണ് നല്ലത്. അതുപ്രകാരം നമ്മൾ ഒരു സത്തയെ കാണുകയാണ്, ഞാൻ നിങ്ങളെ കാണുകയാണെന്നിരിക്കട്ടെ. ഞാൻ നിങ്ങളിൽ കാണുന്നത്, നിങ്ങളൊരിടത്ത് കാണും, നിങ്ങളുടെ ഫോട്ടോ ആണ് ഞാൻ കാണുന്നത്. നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം കാണുന്നു, നിങ്ങളുടെ അപ്പിയറൻസ്, ഇത്ര ഹൈറ്റ് ഉണ്ട്, ഇത്ര വെയിറ്റ് ഉണ്ട്, നിങ്ങളുടെ ഫിസിക്കൽ അട്രിബ്യൂട്ട്സ് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് നിങ്ങളുടെ സ്ട്രക്ചർ, നിങ്ങളുടെ ഘടന എന്ന് പറയുന്നത്. അതിനൊരു മെറ്റീരിയൽ ഫോം ഉണ്ട്. ആ മെറ്റീരിയൽ ഫോം എന്നുള്ളത് നിങ്ങളാണ്. ഞാനൊരു കല്ലിനെയല്ല കാണുന്നത്, നിങ്ങളെയാണ്. നിങ്ങൾ എന്നുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെയാണ് ഞാൻ കാണുന്നത്, ഒരു മനുഷ്യ വ്യക്തിയാണ് കാണുന്നത്. ആ മനുഷ്യ വ്യക്തിയെ കാണുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരു ശരീരമുണ്ട്. ഈ ശരീരം എന്ന് പറയുന്നത് അയാളുടെ സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചർ ആണോ അയാൾ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അല്ല. ഈ സ്ട്രക്ചറിന്റെ ഫോമിലേക്ക് എത്തിച്ചത് ഇയാൾക്ക് ഒരു അപ്പനും അമ്മയും ഉണ്ട്. അയാളിൽ നിന്നും ഉണ്ടായി എന്ന്, അവരിൽ നിന്നും ഉണ്ടായി എന്ന് തൽക്കാലത്തേക്ക് വിചാരിക്കുക. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകണ്ട. അവരിൽ നിന്നും ഉണ്ടായി എന്ന് വിചാരിക്കുക. അവരിൽ നിന്നും ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാലോ, സെക്ഷ്വാലിറ്റി കൊണ്ടുണ്ടായി. ആ സെക്ഷ്വാലിറ്റിയുടെ ആ ഒരു പ്രോസസ്, ഓക്കെ, ആ പ്രോസസ്സിന് ശേഷം ഒരു സൈഗോട്ടായിട്ടുള്ള മാറിയ ഈ ഒരു സംഭവത്തെ അമ്മ കഴിച്ച തക്കാളിയും, അമ്മ കഴിച്ച മുന്തിരിങ്ങയും, അമ്മ കഴിച്ച മസാല ദോശ, അമ്മ കഴിച്ച പച്ചമാങ്ങയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളർത്തി 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 കയ്യും കാലും വെച്ച് തല വെച്ച് ഈ രൂപത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതെന്തോ ഉണ്ടല്ലോ. ആ എന്തോ ഒന്നാണ് അതിനെ ഈ വലിപ്പത്തിലാക്കി തീർത്തിട്ടുള്ളത്. ജനിച്ചതിന് ശേഷം ഇത് വളർത്തി ഇത്രയും വലുതാക്കി തീർത്തിട്ടുള്ളത്. ആ വളർത്തിയെടുത്ത ആ ഒന്ന്, ഈ ഒന്നുമല്ലായികയിൽ നിന്നും ഇതിനെ ഉണർത്തി ഉയർത്തി വലുതാക്കി എടുത്ത ആ ഒന്ന്, അതിനെ നമുക്ക് ഓർഗനൈസേഷൻ എന്ന് പറയാം. വെറും ഓർഗനൈസേഷൻ അല്ല, സെൽഫ് ഓർഗനൈസേഷൻ. പലതരം ഓർഗനൈസേഷൻ ഉണ്ട്. മെക്കാനിക്കൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, ഇൻഡക്റ്റീവ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇത് സെൽഫ് ഓർഗനൈസേഷൻ. ഒരു സെൽഫ് ഓർഗനൈസേഷന്റെ ഒരു കേപ്പബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരു ബോഡി, ഒരു സൈഗോട്ടിനെ ഡെവലപ്പ് ചെയ്ത് ഇത്രയും വലിയ നിങ്ങളാകുന്ന ശരീരം, നിങ്ങളുടെ ശരീരം എത്രത്തോളം വലുപ്പമുണ്ടെന്ന് അറിയാലോ. നിങ്ങൾ എവിടുന്നാ വന്നതെന്ന് നിങ്ങൾക്കറിയാം. ഈ ഒന്നുമല്ലായികയിൽ നിന്ന് നിങ്ങളെ ഇത്രയും വലുതാക്കി തീർത്ത ആ ഒരു ഫോം, അതിനെയാണ് നമ്മൾ ലൈഫ് എന്ന് പറയുക. ആ ലൈഫ് ചെയ്യുന്ന പണികൾ എന്താ? കയ്യിലൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ ബെറ്റാഡിൻ തേക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മരുന്ന് തരും, അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറെ അടുത്തേക്ക് പോകും. നമ്മൾ ആ ഡോക്ടറെ അടുത്തേക്ക് പോയി അവരെ കൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. ചില ആളുകൾ ട്രീറ്റ് ചെയ്യാൻ പോവില്ല. ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ, അത് ഒരാഴ്ചയൊക്കെ നിൽക്കും ആ മുറിവ് ഉണങ്ങാൻ. ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും 7 ദിവസം കൊണ്ട് അത് മാറും. ഒരു സമീപനം അതാണ്. ട്രീറ്റ് ചെയ്ത് മാറ്റാനാണ് താല്പര്യം. ഒന്നും ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് എങ്ങനെയാണ് മാറുക? മാറുന്നില്ലേ? നിങ്ങൾ മുറ്റം അടിച്ചു മാറിയില്ലെങ്കിൽ മുറ്റത്ത് പുല്ല് മുളയ്ക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ മുകളിൽ ഒരു ചെറിയ മുറിപ്പാട് വന്നു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യും. എങ്ങനെ ഹീൽ ചെയ്യും? ആര് ഹീൽ ചെയ്യും? അതിന്റെ പേരാണ് ജീവൻ എന്ന് പറയുന്നത്. അതിനെയാണ് സെൽഫ് ഓർഗനൈസേഷൻ എന്ന് പറയുക. ആ ഒരു ജീവനാണ് നിങ്ങളെ ഇന്ന് ഓർഗനൈസ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങളെ കേൾക്കാൻ പ്രാപ്തനാക്കുന്നത്, നിങ്ങളെ ഇവിടെ കൊണ്ട് ഇരുത്തിയത് ആ ജീവനാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട് നിങ്ങളിൽ. അപ്പൊ നിങ്ങളുടെ സ്ട്രക്ചർ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ജീവനുണ്ട്. ജീവന് ഇല്ലായികയിൽ നിന്നും ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട്. ഇപ്പൊ ഞാനിവിടെ സംസാരിക്കുന്ന വിഷയങ്ങൾ കേട്ടിരിക്കാൻ നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു താല്പര്യമുണ്ടല്ലേ? എന്തോ ഒരു താല്പര്യം, എന്ത് താല്പര്യം ആയിക്കോട്ടെ, എന്തോ ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യം കൊണ്ട് നിങ്ങളെ ഇവിടെ കൊണ്ട് ഇരുത്തി. ഇനി ഇത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിന് വേറൊരു ഔട്ട്പുട്ട് ഉണ്ടാവും. ഈ വഴിയിലൂടെ ഒരു യാത്ര, ഒരു കണ്ടിന്യൂയം ഉണ്ട് ഇതിനകത്ത്. ആ കണ്ടിന്യൂയം ഉണ്ടാക്കുന്ന സാധനത്തെ നിങ്ങൾ ജീവൻ എന്ന് പറയും. പഴയകാലത്ത് വിശ്വാസികൾ അതിനെ ആത്മം എന്ന് പറഞ്ഞു. ഭൗതികമായിട്ടുള്ള രൂപം,
ഒന്ന്, അകത്ത് നിങ്ങളെ ഈ ഭൗതികമായ രൂപത്തെ മൊബിലൈസ് ചെയ്യിപ്പിക്കുന്നത്, ഓർഗനൈസ് ചെയ്യിക്കുന്ന ആ ഒന്ന്, എന്തോ ഒരു സ്പിരിറ്റ്, ആ സ്പിരിറ്റിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ് സ്പിരിച്വാലിറ്റി എന്ന് വേണമെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അപ്പൊ നിങ്ങളുടെ ശരീരമുണ്ട്, ജീവനുണ്ട്. അത് ശരീരത്തെക്കുറിച്ച് പറയുന്ന, ശരീരത്തിന്റെ ഫിസിക്കാലിറ്റിയെ കുറിച്ച്, സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് സയൻസ് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. സയൻസ് അതിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഈ ലൈഫ് എന്താണ് പറയുന്നത്, ലൈഫിന്റെ എസൻസ് എന്താണ് പറയുന്നതിനെ കുറിച്ചാണ് ആത്മീയതയുടെ ചിന്ത. അതവിടെ ഇരിക്കട്ടെ. അപ്പോ ശാസ്ത്രവും ആത്മീയതയും ആയി. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഘടനയുമുണ്ട്, ജീവനുമുണ്ട്. ഘടനയും ജീവനും മാത്രമാണോ കാര്യം? അല്ല. നമ്മൾ ഈ ജീവൻ എന്നുള്ളത് എന്താണെന്ന് അന്വേഷിച്ചു പോകുന്ന സമയത്ത് ഫിസിക്കലെ സ്ട്രക്ചറിനെ കുറിച്ച് മാത്രം അന്വേഷിക്കുമ്പോൾ നമുക്ക് കൂടുതലൊന്നും അറിയില്ല. അതിനുമപ്പുറത്തേക്ക് ഈ സ്ട്രക്ചർ എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത് എന്ന് കൂടുതൽ ശാസ്ത്രാന്വേഷണം നടത്തിയാലാണ് ആത്മീയ അന്വേഷണത്തിലേക്ക് പോവുക. ഇവിടെ മതം ഫ്രീ ആയിട്ട് നമുക്ക് തരുമ്പോൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രൂപത്തിൽ നമ്മൾ മതത്തെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രത്തെ കൂടുതൽ പഠിച്ചാലേ അതിനകത്തേക്ക് പോകാൻ കഴിയും. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാവും ഇതിനൊരു പർപ്പസ് ഉണ്ട്, ഇതിനൊരു റീസൺ ഉണ്ട്, ഇതിനൊരു പർപ്പസ് ഉണ്ട്. റീസണും പർപ്പസും എല്ലാം കൂടെ ചേർന്ന് ജീവിതത്തിന്റെ ഒരു ഒഴുക്ക്, ആ ഒരു ഫ്ലോ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ആ പർപ്പസ് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസന്റേഷനിൽ അത് കേട്ടിരുന്ന ആളുകൾ ചിലർ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. എന്റെ കൈ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്റെ ശരീരത്തെ സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്റെ ശരീരത്തെ സർവ് ചെയ്യാൻ വേണ്ടി എന്റെ കൈ ഉണ്ടായി, എന്റെ കൈയെ സർവ് ചെയ്യാൻ വേണ്ടി വിരലുകൾ ഉണ്ടായി. കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ഒരു ശരീരഘടന നമുക്കുണ്ട്. ഇത് ഈ പോസ്റ്റ് മോഡേൺ സയൻസ് ഇത് പഠിപ്പിക്കില്ല കേട്ടോ. ഇത് സിസ്റ്റമിക് തിങ്കിങ് എന്നുള്ള ശാസ്ത്രശാഖയിലൂടെ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ഘടന നമുക്ക് മനസ്സിലാവുക. അല്ലാത്തപ്പോൾ ഇത് പഠിപ്പിക്കില്ല. കാരണം ഇങ്ങനെ പഠിച്ചാൽ അവന്റെ കച്ചവടം പൂട്ടിപ്പോകും. അതുകൊണ്ട് അവരത് പഠിപ്പിക്കില്ല. കൂടുകൾക്കകത്ത് കൂടുകളായിരിക്കുന്ന ഒരു ശരീരഘടന നമുക്കുണ്ട്. ആ ശരീരഘടന അനുസരിച്ച് എന്റെ അവയവത്തിന് എന്റെ ശരീരത്തെ സെർവ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസ് ഉണ്ട്. ഈ പർപ്പസ് എക്സിക്യൂട്ട് ചെയ്യണം. പർപ്പസ്, എന്റെ ശരീരം ഉണ്ടായതിന് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് നടപ്പിലാക്കണം. എങ്ങനെയാണ് ഞാൻ പർപ്പസ് നടപ്പിലാക്കുക? എന്റെ ശരീരം ഉണ്ടായിട്ടുള്ളത് എന്തോ ഒരു പർപ്പസ് നടപ്പിലാക്കാൻ. അത് നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നു ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു പോകണം. അനുകൂലമായ സാഹചര്യമാണെങ്കിൽ പൊരുത്തപ്പെടണം, പ്രതികൂലമായ സാഹചര്യമാണെങ്കിൽ അതിൽ നിന്നും അകന്നു നിൽക്കണം. അപ്പോ ആ നടപ്പിലാക്കുന്ന കാര്യം, ഈ എന്താണോ ചെയ്യേണ്ടുന്നത് അത് നടപ്പിലാക്കാൻ വേണ്ടി, നടപ്പിലാക്കണോ വേണ്ടയോ, ഇത്ര വേണോ അത്ര വേണോ എന്ന് വിചാരം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു പ്രോസസ്. അപ്പോ ജീവനുള്ള ശരീരം എന്ന് പറയുന്നത് ഭൗതികമാണ്. ജീവൻ എന്ന് പറയുന്നത് ഭൗതികമല്ല, അതൊരു പ്രതിഭാസമാണ്. പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയില്ല. ജീവനുള്ള ശരീരം, ഇപ്പൊ ശരീരത്തിന് ജീവനുണ്ട്. ആ ജീവൻ അതിന്റെ പ്രവർത്തനം നടപ്പിലാക്കാനായിട്ട് ഒരു ആസൂത്രണം, ഒരു പ്ലാനിങ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഡു ഓർ നോട്ട് ടു ഡു, വേർ ടു ഡു, ഹൗ ടു ഡു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പ്ലാനിങ് പ്രോസസ് ഉണ്ടല്ലോ, ഈ പ്ലാനിങ് പ്രോസസ്സിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഫങ്ഷണൽ സിസ്റ്റം എന്ന് പറയാം. സിമ്പിളായിട്ട് അതിനെ നമ്മൾ മനസ്സെന്ന് പറയും. മനസ്സെന്ന് കേട്ടിട്ടുണ്ടല്ലോ, മൈൻഡ്. അപ്പൊ മനസ്സെന്ന് പറയുന്നത് ഇതാണ്. ഈ ജീവനുള്ള ശരീരം ഒരു സ്ട്രക്ചർ, അത് വെറും സ്ട്രക്ചർ അല്ല കേട്ടോ, സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി ഉള്ള സ്ട്രക്ചർ, ഇന്റഗ്രേറ്റഡ് സ്ട്രക്ചർ. ആ ഇന്റഗ്രേറ്റഡ് സ്ട്രക്ചർ എന്താണെന്ന് അറിയണമെങ്കിൽ അത് സിസ്റ്റമിക് തിങ്കിങ് എന്താണെന്ന് പഠിക്കണം. അത് തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു ഇന്റഗ്രേറ്റഡ് സ്ട്രക്ചർ, നിങ്ങളുടെ കൈ ഇരിക്കേണ്ട അടുത്ത് കൈയും, മൂക്കിരിക്കേണ്ട അടുത്ത് മൂക്കും, കണ്ണിരിക്കേണ്ട അടുത്ത് കണ്ണുമാണ് ഇരിക്കുന്നത്. കണ്ണ് കാലിന്റെ അടിയിലല്ല ഇരിക്കുന്നത്, അത് അവിടെ തന്നെയാണ് വന്നിട്ടുള്ളത്. അത് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതാണ് സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നതിന്റെ ഏറ്റവും ചുരുങ്ങിയ ഫോം. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സൈക്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത്, സൈക്കിളിന്റെ ഘടകഭാഗങ്ങളെല്ലാം കൂടെ മേശപ്പുറത്തിരുന്നാൽ സൈക്കിൾ ആവില്ല എന്ന് പറയുന്നത് പോലെ, അതിനൊരു പ്രത്യേക രീതിയിൽ ഘടിപ്പിച്ചാൽ മാത്രമേ അത് പ്രവർത്തിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ, നമ്മുടെ ശരീരത്തെ കൃത്യമായ രീതിയിൽ ഒരു കോംപ്ലക്സ് സിസ്റ്റമായിട്ട്, കോംപ്ലക്സ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുക്രമ വ്യവസ്ഥ, ഒരു ബഹുക്രമ വ്യവസ്ഥയായിട്ട് ശരീരത്തെ ഫോം ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ശരീരത്തിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നത്. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്, അതിനെ പ്രവർത്തിപ്പിക്കുന്നത്, ആ പ്രവർത്തിപ്പിക്കാനായിട്ട് ഒരു റീസൺ ഉണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. അതാണ് ജീവൻ എന്ന് പറയുന്നത്. അതിന് സെൽഫ് ഓർഗനൈസ് ചെയ്യാനുള്ള ശേഷിയുണ്ട്, റിസൈൽ ചെയ്യാനുള്ള, അതിന് കേടുപാടുകൾ ഉണ്ടെങ്കിൽ തിരുത്താനുള്ള ശേഷിയുണ്ട്, സ്വയം സംരക്ഷിക്കാനുള്ള ശേഷിയുണ്ട്. അതാണ് ജീവൻ. ആ ജീവൻ എന്തോ ചെയ്യാനുണ്ട്. ആ ചെയ്യാനുള്ള കാര്യം എപ്പോൾ ചെയ്യണം, എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനിച്ച് നടപ്പിലാക്കുന്നതിനെയാണ് ഫങ്ഷണൽ സിസ്റ്റം അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത്.
ഈ മനസ്സ് കൊണ്ടാണ് ആ ശരീരം കൊണ്ട്, ജീവനുള്ള ശരീരം കൊണ്ട് അത് പ്രവർത്തനം നടത്തുന്നത്. പക്ഷെ എവിടെ പ്രവർത്തിക്കണം, എന്തിന് പ്രവർത്തിക്കണം, എപ്പോൾ പ്രവർത്തിക്കണം എന്നുള്ള പ്രവർത്തനപരമായ തീരുമാനങ്ങൾക്ക് കാരണമാകുന്നത് ഈ മനസ്സുമല്ല. മനസ്സാണത് ചെയ്യുന്നതെങ്കിലും മനസ്സിലേക്ക് ഈ കാര്യങ്ങളെ എത്തിക്കുന്നത് വേറൊരു സംവിധാനമാണ്. അത് ശരീരത്തിന്റെ അനുരൂപന വ്യവസ്ഥയാണ്. നമ്മുടെ ചുറ്റുപാടുമായിട്ട്, മുൻപിൽ വരുന്ന കാര്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ അകത്തുള്ള പരിസ്ഥിതിയുമായിട്ട് നമ്മൾ എങ്ങനെ അനുരൂപപ്പെടുന്നു എന്നുള്ളത്. ഈ അനുരൂപനത്തെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുക, അറിവ് എന്ന് പറയുക. നമ്മൾ സാധാരണ രീതിയിൽ അതിനെ ബോധം എന്നൊക്കെ പറയും. ജ്ഞാനം എന്നുള്ളത് വിസ്ഡം, കോഗ്നീഷൻ എന്നൊക്കെ പറയുന്ന പല പേരുകളിൽ നമുക്ക് അതിനെ സമീപിക്കാം. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോ നമുക്കൊരു ശരീരമുണ്ട്, ജീവനുണ്ട്, മനസ്സുണ്ട്. മനസ്സിനെ എവിടെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവയർനെസ് സിസ്റ്റം, കോഗ്നീഷണൽ സിസ്റ്റം, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സിസ്റ്റം, അല്ലെങ്കിൽ നോളജ് സിസ്റ്റം, വിസ്ഡം സിസ്റ്റം എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു അനുരൂപന വ്യവസ്ഥ, കറസ്പോണ്ടൻസ് സിസ്റ്റം ഉണ്ട്. ഇനി ഈ പ്രവർത്തനങ്ങൾ നടപ്പിലാകണമെങ്കിൽ ഇത്ര മാത്രം പോരാ, ഒരു കാര്യം കൂടെ വേണം. ഇത് നടപ്പിലാക്കാനുള്ള ഒരു ശക്തി കൂടെ വേണം. ശക്തി എന്ന് വെച്ചാൽ ഊർജം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ശക്തി അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നതിന് മറ്റൊരു അർത്ഥമുണ്ട്. അതിന് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിലുള്ള ഒരു പരസ്പരമുള്ള ബന്ധമുണ്ട്. ഈ പരസ്പരമുള്ള ബന്ധം എന്ന് പറയുന്നതിന്, പരസ്പരമുള്ള കൂട്ടിപ്പിടുത്തത്തെയാണ് ഇന്ററാക്ഷൻ, ഫണ്ടമെന്റൽ ഇന്ററാക്ഷൻ എന്ന് പറയുക. ഇന്ററാക്ഷൻ, മ്യൂച്വലായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ. ആ കൊടുക്കൽ വാങ്ങലുകൂടെയാണ് ഈ ഒരു ബോണ്ട് ഉണ്ടാവുന്നത്, എല്ലാ വസ്തുക്കളും തമ്മിലുള്ള പരസ്പര ബന്ധം ഉണ്ടാകുന്നത്. അതിന് പല തലങ്ങളുണ്ട്. ശക്തമായിട്ടുള്ള ന്യൂക്ലിയർ ഫോഴ്സ് കേട്ടിട്ടുണ്ടാവും, വീക്ക് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫോഴ്സ്. ഇവയെ തമ്മിലുള്ള ചേർത്ത് നിർത്തുന്ന ഒരവസ്ഥ, ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥ. ഇതിന്റെ അപ്പുറത്തുള്ളത് നമ്മൾ വേണമെന്നുള്ളതിനെ അർത്ഥിച്ച് നേടുന്ന ഒരവസ്ഥ, വേണ്ടതിനെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ. ഇനി വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരവസ്ഥ, പ്രഭവിക്കുന്ന അവസ്ഥ. ഇങ്ങനെ പല അവസ്ഥകളുണ്ട്. അതിനകത്ത് 5ഓളം അവസ്ഥകളുണ്ട്. അപ്പൊ ഈ അവസ്ഥകളിലൂടെ പോകുന്ന ഒരു ശക്തി, ആ ശക്തിയെ നമ്മൾ സാധാരണ പറയുക ചൈതന്യം എന്നാണ്, വൈറ്റാലിറ്റി എന്നാണ്. ഞാൻ പറഞ്ഞു, ആദ്യം ഒരു ശരീരം വേണം, അതിനൊരു ജീവൻ വേണം, അതിന് ഒരു മനസ്സ് വേണം, അതിനൊരു ജ്ഞാനം വേണം, അതിനൊരു ചൈതന്യം വേണം. ഇവ ഓരോന്നും അവയുടെ സ്ഥല, കാല, രൂപ, ഭവങ്ങളിൽ, സ്ഥലം എന്ന് വെച്ചാൽ സ്പേസ് വേണം, അതിന് കാലം വേണം, അതിനൊരു ടൈം വേണം, രൂപം വേണം, അതിനൊരു ഷേപ്പ് വേണം, അതൊരു ഭാവം വേണം, ഭാവം, ഒരു എക്സ്പ്രഷൻ എന്ന് പറയാം. അതിനാണ് ഫേസറ്റ് എന്ന് പറയാം. അതുമാത്രമല്ല, അതിന് ഒരു ഡെസ്റ്റിനി വേണം. ഡെസ്റ്റിനി എന്ന് വെച്ചാൽ എങ്ങോട്ട്, ഏത് തരത്തിൽ അത് സംഭവിക്കുന്നത് എന്ത് സംഭവിക്കുന്നുള്ളത്. ഇങ്ങനെ ഇപ്പൊ ഞാനീ പറഞ്ഞ ഈ 5 അവസ്ഥകളല്ല, ആദ്യം പറഞ്ഞ 5 അവസ്ഥകൾ, ഇതിനിടയിൽ പിന്നെയും ഉണ്ട് അവസ്ഥകൾ. ഇങ്ങനെ 125ഓളം മാനങ്ങളിലായിട്ട് നിൽക്കുന്ന ഒരു വസ്തുവിനെയാണ് നമ്മൾ ഒരു മനുഷ്യൻ എന്ന് വിളിക്കുക. ഉദാഹരണത്തിന് ഇപ്പൊ ഷൈനി എന്നോ, രാജേന്ദ്രൻ എന്നോ, വർഗീസ് എന്നോ, ഡിൻസി എന്നോ, രമ്യ എന്നോ ഒക്കെ പറയുന്ന, നസ്രൻ എന്നോ ഒക്കെ പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, ഇത്രയേറെ ഡയമെൻഷൻസ് ചേർന്ന ഒരു വസ്തുവാണ്. ഒരു വസ്തുവാണ് അല്ല, ഒരു വസ്തുവല്ല, അതൊരു വ്യവസ്ഥയാണ്. ഇത്രയേറെ സംവിധാനങ്ങൾ ചേർന്ന്, ഇത്രയേറെ മാനങ്ങൾ ചേർന്ന് ഒരു വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥയെ നമ്മൾ അതിന് ഒരു ഭാഗം മാത്രം എടുത്തിട്ട്, അതിന്റെ ഭൗതികമായ ഡയമെൻഷൻ മാത്രം എടുത്തിട്ട് നമ്മൾ അതിനെ അളന്നിട്ട് പറയുകയാണ് ഇതാണ് അതിന്റെ സയന്റിഫിക് ഡയമെൻഷൻ എന്ന്. നമ്മളൊരു കാര്യത്തെ അറിയാൻ ഒരു സമീപനം ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളൊരു കാര്യത്തെ എടുത്തു മനസ്സിലാക്കുന്നു. ശരിയാണ്, അത് അറിയേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതോടെ തീർന്നു, അതാണ് പൂർണ്ണം എന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ ബ്ലൈൻഡാണ്, നമ്മൾ കാര്യങ്ങളെ അറിയുന്നില്ല. അപ്പോഴാണ് പറയുന്നത് ചില ആളുകൾ, ഇതൊന്നുമല്ല, എല്ലാം ഭഗവാന്റെ ലീലാവിലാസങ്ങളാണ്. ശരിയാ, ഭഗവാന്റെ ലീലാവിലാസങ്ങളാണ് സംഭവിച്ചു. അപ്പൊ ഈ ഭൗതികമായിട്ടുള്ളതെല്ലാം മായാണ്. ഈയിടെ കുറച്ചു നാൾ മുമ്പ് കാശിയിൽ നിന്ന് ഒരു സന്യാസി വന്നു. ഇരുന്ന് പുള്ളി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞു, ഭയങ്കരമായിട്ട് നേമ്പൊക്കെ വിട്ടു. പുള്ളി കഴിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ഇനി എവിടെ ഭക്ഷണം ഉണ്ടാക്കാന്ന് ഞങ്ങൾ ആലോചിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു അന്നം ബ്രഹ്മമാണ്. എന്നാ പിന്നെ അന്നം കഴിക്കാതിരുന്നാ പോരെ.
അതല്ല, അത് കഴിക്കും. അപ്പൊ നമുക്ക് ജീവിതത്തെ സസ്റ്റെയിൻ ചെയ്യിക്കണമെങ്കിൽ നമുക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള സ്പേസ് വേണം, ഷേപ്പ് വേണം. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണം. എല്ലാം ഭഗവാന്റെ ആണ് എന്ന് നമ്മൾ പറഞ്ഞു നിർത്തുകയാണെങ്കിൽ ഈ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എന്തായി? ഭഗവാന്റെ തന്നെ, ഇതെല്ലാം ഭഗവാന്റെ തന്നെ, ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ എല്ലാം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അവസ്ഥ മാത്രമാണെന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എന്തായി? അത് ഇറലവന്റ് ആയി. അത്രയും കൊണ്ട് തീരുകയാണെങ്കിൽ പോയിക്കോട്ടെ. ഈ കാര്യം കൊണ്ട് എല്ലാം വിശദീകരിക്കാൻ പറ്റുകയാണെങ്കിൽ ആയിക്കോട്ടെ. അവിടെ കൊണ്ട് തീരുമോ? ഇതൊക്കെ നടപ്പിലാകേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾക്ക് മനസ്സിലായിട്ട് നമ്മുടെ ശരീരം എന്നുള്ളത് ഭഗവാൻ തന്നതാണ്. ഈ ശരീരം എന്ന് പറയുന്നത് അർത്ഥമില്ലാത്തതാണ്, ഒരു കാര്യമില്ലാത്തതാണ്. അതുകൊണ്ടെല്ലാം ഭഗവാൻ തന്നത് എഴുതിയിരിക്കുന്നു. വേറൊരാൾ വിചാരിക്കുന്നു ഭഗവാനൊന്നുമില്ല, എനിക്കൊരു ശരീരം എനിക്ക് കിട്ടി, ആ കിട്ടുന്ന ശരീരത്തെ ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന്. അപ്പോഴാണ് അയാൾക്ക് ഒരു അപമാനം ഉണ്ടാകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപമാനം ഉണ്ടാകുന്നത്. അപമാനം ഉണ്ടാകാൻ കാരണമായ ഒരു കുറ്റബോധം കൂടെ അയാൾ ഉണ്ടായിരുന്നിരിക്കട്ടെ. അയാളുടെ ഭഗവാനും വർക്ക് ചെയ്യില്ല, അയാളുടെ ശാസ്ത്ര സങ്കേതങ്ങളും വർക്ക് ചെയ്യില്ല, ഒന്നും വർക്ക് ചെയ്യില്ല. അവന്റെ ജീവിതം സ്റ്റക്കായി പോകും. കാരണം അവന്റെ മനസ്സ് ഇടിച്ചു നിൽക്കും. മനസ്സാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്. മനസ്സിത് കൈകാര്യം ചെയ്യണമെങ്കിൽ അവന് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള അറിവ് ഉണ്ടായിരിക്കണം. അറിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല, അത് നടപ്പിലാക്കാനുള്ള ശേഷിയും കൂടെ വേണം. അതിനുള്ള സ്പേസ് വേണം, സ്ഥലം വേണം, കാലം വേണം, രൂപം വേണം, ഭാവം വേണം, ഇതെല്ലാം വേണം. ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം മുൻപോട്ട് പോകുള്ളൂ എന്നുള്ളപ്പോ ശാസ്ത്രമാണ് സത്യം, ആത്മീയതയാണ് സത്യം എന്ന് പറഞ്ഞ് വാദിക്കുന്നത് അർത്ഥമില്ലായികയല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ ഇതിന്റെ മറ്റ് ആഴങ്ങളിലേക്ക് ഒരു പരിമിതമായ സമയത്താണ് നമ്മൾ ഇത് അവതരിപ്പിക്കുന്നത്. ആ പരിമിതമായ സമയത്ത് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇട്ടിട്ട് ഞാൻ നിർത്തുകയാണ് ഇവിടെ. എന്റെ ചോദ്യം ഇതാണ്: ശാസ്ത്രം എന്ന് പറയുന്നതിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടു പോകുമ്പോൾ സത്യാന്വേഷണത്തിന്റെ ഒരു ഉപകരണമാണ്, സത്യാന്വേഷണത്തിന്റെ ഒരു എക്യുപ്മെന്റ് ആണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുന്നത് ന്യായം. സത്യത്തിന്റെ അവസാന വാക്കാണ് ശാസ്ത്രം എന്ന് പറയുമ്പോൾ മറ്റു വഴികളെല്ലാം തെറ്റാണെന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്കൊരു അപാകം ഉണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടി വാദിക്കുന്നവൻ, നിങ്ങൾ പറയുന്ന ഇപ്പോ ശാസ്ത്രവാദികൾ പ്രധാനമായിട്ടും എതിർക്കുന്നത് മതത്തെയാണ്. മതത്തെ എതിർക്കുന്ന ആളുകൾ പറയുന്നത് നിങ്ങൾ പറയുന്നതല്ല, ഏതെങ്കിലും പ്രമാണങ്ങൾ, പൗരാണിക ഗ്രന്ഥങ്ങൾ എടുത്താണ് എന്താണ് തെളിവ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളൊരു ഇതിഹാസത്തെ എടുത്തു പറയുന്നു, അല്ലെങ്കിൽ ഒരു പൗരാണിക ഗ്രന്ഥത്തെ എടുത്തു പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നുള്ളതിൽ എന്താണ് തെളിവ് എന്ന് ചോദിക്കും. മതവാദി എപ്പോഴും ഞങ്ങളുടെ ഇന്ന കിതാബിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുക. പക്ഷെ ശാസ്ത്രവാദി ചോദിക്കും എന്താണ് തെളിവ് എന്ന്. തിരിച്ചൊരു ചോദ്യം ചോദിച്ചാലോ? തെളിവുകളുണ്ട്, ഞങ്ങളുടെ ഇന്ന സയൻസ് ജേണലിൽ ഇത് പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. അതാണോ തെളിവ്? നിങ്ങളൊരു ശാസ്ത്ര വിശ്വാസിയോട് അയാൾ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു ശാസ്ത്ര തെളിവിന് വേണ്ടിയിട്ട് നിങ്ങൾ അയാളുടെ കയ്യിലുള്ള തെളിവുകൾ ചോദിച്ചു നോക്കൂ. 3 തെളിവോ അല്ലെങ്കിൽ 4 തെളിവുകളോ നിങ്ങൾ അടുപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തത് കഴിഞ്ഞ് രണ്ടാമത്തെ തെളിവ് അവന്റെ കയ്യിൽ ഉണ്ടാവില്ല. തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഭൂരിഭാഗം കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുകയാണ്. ഇല്ലാത്തതിന്മേലുള്ള ഉറപ്പാണ് വിശ്വാസം. ഇല്ലാത്തതിന്മേലുള്ള ഉറപ്പ്. ഉണ്ടെന്ന് നമുക്കുറപ്പില്ല, അതിന്റെ മുകളിൽ നമുക്കുറപ്പാണ്. അവരങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് സത്യമാണെന്ന്. നാളെ അവർ മാറ്റി പറയുമ്പോൾ നമ്മൾ ഇന്നലെ വിശ്വസിച്ച അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ശാസ്ത്രത്തിന് മാറാനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും മാറുകയാണ് എന്ന് കരുതി മാറ്റി പറയാം നമുക്ക്. അപ്പോൾ കഴിഞ്ഞ വിശ്വാസം എന്തായിരുന്നു? അത് തെറ്റായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് വാദിച്ച വാദം എന്തായി? അതും കേവല വിശ്വാസത്തിന്റെ പുറത്തു മാത്രമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ആത്മാഭിമാനമുള്ളവരും സത്യാന്വേഷിയും ശരി അല്ല താൻ ഇത്രയും കാലം വിശ്വസിച്ചത് എന്ന് മനസ്സിലായാൽ അവനത് തിരുത്തി പറയും. അല്ലാത്തവരോ തിരുത്താൻ തയ്യാറാവില്ല. അപ്പോൾ ഈ 2 വിഭാഗക്കാരാണ് ശാസ്ത്രവും ആത്മീയതയും കൊണ്ട് ഇവിടെ വിശ്വാസപ്പോരുകൾ നടത്തുന്നതെങ്കിൽ ഇത് രണ്ടുമല്ല, ഇതിനും അപ്പുറത്ത് വേറെയും തലങ്ങളുണ്ട് എന്നുള്ളതാണ് ഒളിമ്പസ് മുൻപോട്ട് വെക്കുന്ന ആശയം. ഇവയെല്ലാം കൂടെ ചേർത്ത് വായിച്ചാൽ, ഇവയെല്ലാം കൂടെ ചേർത്ത് ഒരുപോലെ ചേർത്തിണക്കി വായിച്ചാൽ, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള നോളജും വെർട്ടിക്കൽ ആയിട്ടുള്ള നോളജും, ഇനി അതല്ലാതെ വേറെയും ആക്സിസ് ഉണ്ട്, സെഡ് ആക്സിസിന്റെ നോളജും, അതല്ലാതെ 4th ഡയമെൻഷണൽ നോളജും 5th ഡയമെൻഷണൽ നോളജ് ഉണ്ടെങ്കിൽ, നോളജ് അക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അവയെടുത്ത് ചേർത്ത് വായിക്കുമ്പോൾ ഇത് പൂർണ്ണമാവുകയുള്ളൂ. അത് കഴിയാത്തിടത്തോളം, നമുക്കിതെല്ലാം കൂടെ ചേർത്ത് വായിക്കാൻ കഴിയാത്തിടത്തോളം നമ്മൾ എന്തറിയുന്നു അത് തന്നെയാണ് സത്യം. അത് പൂർണ്ണമാണെന്ന് നമ്മൾ വാദിക്കാതിരുന്നാൽ മതി.
അത് പൂർണ്ണമാണെന്ന് നമ്മൾ വിശ്വസിക്കാതിരുന്നാൽ മതി. ഇപ്പോൾ എന്തറിയുന്നു അതാണ് സത്യം. ഇക്കോ സൈക്കോളജി അനുസരിച്ച്, ഇക്കോ സ്പിരിച്വാലിറ്റി അനുസരിച്ച്, ഇക്കോ ബയോളജി അനുസരിച്ച് ഞാൻ എന്നുള്ള ശരീരം ഈ പ്രാപഞ്ചിക സംവിധാനത്തിന്റെ ഒരു കോശമാണ്. ഈ മഹാശരീരത്തിന്റെ, മഹാഗർഭപാത്രത്തിന്റെ ഒരു കോശമാണ്. ആ കോശമായി നിൽക്കുന്നത് ഞാനും അതും തമ്മിലുള്ള അനസ്യൂത ബന്ധം വഴിയാണ്. ഞാൻ ഇതിന്റെ പാർട്ടായത് കൊണ്ടാണ് എന്റെ ശരീരവും മനസ്സും ജീവനും ജ്ഞാനവും ചൈതന്യവും അതിന്റെ സ്ഥലകാല രൂപഭാവങ്ങളിൽ ചേർത്തിണക്കി വെച്ചത് കൊണ്ടാണ് ഈ മഹാശരീരം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ മഹാശരീരം അതിന്റെ ഒരു പ്രദേശത്തെ, സ്ഥലത്തെ, കാലത്തെ, രൂപത്തെ, ഭാവത്തെ അതിന്റെ ഭൗതിക രൂപത്തിൽ, അതിന്റെ പ്രതിഭാസ രൂപത്തിൽ, അതിന്റെ ധർമ്മരൂപത്തിൽ, അതിന്റെ അനുരൂപന രൂപത്തിൽ, അതിന്റെ ശക്തി രൂപത്തിൽ പകുത്തു വെച്ചിട്ടുള്ളതാണ് ഞാൻ എന്നുള്ള സത്ത എന്ന് ബോധ്യമായാൽ നമുക്ക് നമ്മളെ മെച്ചപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയും. അതല്ലാത്തപ്പോ നമ്മൾ അറിയുന്ന ശാസ്ത്രം അന്ധമാണ്, നമ്മൾ അറിയുന്ന ആത്മീയത വന്ധ്യമാണ്. അന്ധവും വന്ധ്യവുമായ രണ്ട് സാധനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണോ നമ്മൾ ജീവിതത്തെ അറിയേണ്ടത്? സമഗ്രമായി ഇവയെ ബോധ്യപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ ഈ കാഴ്ചകളെല്ലാം തന്നെ ഒരു കാര്യവുമില്ലാത്തതാണ്. സമഗ്രമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സിനെ തുറന്നിടുകയും വന്നു ചേരുന്ന അറിവുകൾക്കെല്ലാം മുമ്പിൽ സ്നേഹപുരസരം, ബഹുമാന പുരസരം നമിക്കുകയുമാണ് വേണ്ടത്. എല്ലാവർക്കും, ഏത് വിശ്വാസിക്കും, ഏത് ധാരയിലൂടെ യാത്ര ചെയ്യുന്നവർക്കും അടിസ്ഥാനമായിട്ടുള്ളത് ഒന്നാണ്, അത് പ്രകൃതിയാണ്. പ്രകൃതിയെക്കുറിച്ചുള്ള അറിവാണ്, പ്രകൃതിയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്, ജ്ഞാനമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. പ്രകൃതിയിൽ ഭൗതികത എന്നോ ആത്മീയത എന്നോ മാനസികത എന്നോ ജ്ഞാനീയത എന്നോ ചൈതന്യപരത എന്നോ വ്യത്യാസങ്ങളില്ല. ഇവയെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു നാണയത്തിന്റെ രണ്ടു വശം എന്ന് പറയുന്നത് പോലെ ഒരു അവസ്ഥയുടെ 25 അവസ്ഥകൾ, 25 എന്നല്ല 125 അവസ്ഥകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു സത്ത ഉണ്ടാകുന്നത്. അങ്ങനെ ബോധ്യപ്പെടാൻ നമുക്ക് കഴിയുമ്പോൾ, അതിനെ ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ മനസ്സും ശരീരവും തിരിച്ചറിവും തുറന്നു വെക്കുമ്പോൾ മാത്രമേ സത്യം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ആലോചിക്കുകയുള്ളൂ. ആ ഒരു തുറവി നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന മുമ്പിൽ വെച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഇനി തുടർന്ന് ക്ലാസ്സുകൾ നയിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകിക്കൊണ്ട് ഞാനത് വിശദീകരിക്കാം. ഇതൊരു തർക്കവേദിയല്ല എന്നതുകൂടെ മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു ഏട്ടാ.